ഞങ്ങളുടെ സംഗീത മത്സരത്തിൽ ഏറ്റവും നല്ല ഗായകനായി പ്രദീപ് നമ്പ്യാർ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കടമക്കുടി മെമ്മോറിയൽ മൊമെന്റോയും ക്യാഷ് അവാർഡും സ്വീകരിക്കുന്നതിനായി പ്രദീപ് നമ്പ്യാരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വീഴ്ച മത്സരം ഏറ്റവും മികച്ച ഗായകനുള്ള ക്യാഷ് പ്രൈസ്. ഇത് കടമക്കുടി മെമ്മോറിയൽ മൊമെന്റോ. രണ്ടും എനിക്കാ. ചേട്ടൻ സ്റ്റേജിൽ തകർത്തില്ല അച്ഛാ. എടി ഇവനുണ്ടല്ലോ ഭാവിയിലെ യേശുദാസ. ഇപ്പോഴെങ്കിലും ഇവനെ അംഗീകരിക്കാൻ തോന്നിയല്ലോ. എന്റെ മുത്തച്ഛന്റെ മുഴുവൻ സംഗീതം ഇവനാ കിട്ടിയിരിക്കുന്നത്. എന്റെ അച്ഛനും പാട്ട് പാടുമായിരുന്നു. മോനെ ഒന്ന് അഴിച്ചേ. എടി ഏതായാലും മൊത്തത്തിൽ നമ്മുടെ സമയം ഒന്ന് മാറിയിട്ടുണ്ട്. കുടുംബം മുടിക്കാൻ ജനിച്ചാനെ നീ ഇത് സന്തോഷത്തോടെയാണോ സ്വീകരിച്ചത്? ഒന്നാം സമ്മാനമായിട്ട് തരുമ്പോ പിന്നെ ഇത് കരഞ്ഞോണ്ട് വാങ്ങിക്കാൻ പറ്റും അമ്മേ? പാട്ടുപാടി സ്റ്റേജ് വിളിച്ചുകൊണ്ടുവന്ന സമ്മാനം കണ്ടില്ലേ? അവന്റെ അമ്മായിപ്പന്റെ കടമക്കൂടി നീ ഒരു കാലത്ത് ഗുണം പിടിക്കത്തില്ലടാ. അപ്പൊ വെറുതെ അല്ല വരുന്ന വഴിക്ക് ബൈക്ക് ചീത്തയായത്. എന്നാ പിടിച്ചേ. ഈ എണ്ണം കെട്ട സാധനം കൊണ്ട് നീ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം. വരുന്നൊക്കെ ഒറ്റക്കിന് അനുഭവിച്ചാ മതി. ഈ പണ്ടാരമാണ് സമ്മാനം ഞാൻ അറിഞ്ഞോ? ഇത് അച്ചാപിള്ള നമുക്കിട്ട് മറുപാര പണിഞ്ഞതാ. ഒന്നും പറയണ്ട, ഇറങ്ങിക്കോ. നിനക്ക് ചെലവിലുള്ള കാശ് മാസാമാസം ഞാൻ പെരുവഴിയിലേക്ക് അയച്ചു തന്നേക്കാം. പോടാ. അമ്മേ അനിയ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? പോ. അയ്യോ നിന്റെ അപ്പൂപ്പന്റെ ഒരു സംഗീത പാരമ്പര്യം. ഓട് ചെമ്പ് വിച്ചള പഴയ അലൂമിനിയം പാത്രങ്ങൾ കൊടുക്കാനുണ്ടോ? ഓട് ചെമ്പ് വിച്ചള പഴയ അലൂമിനിയം പാത്രങ്ങൾ കൊടുക്കാനുണ്ടോ? വാ. ഈ സാധനത്തിന് വലിയ പഴക്കമൊന്നുമില്ല. പിന്നെ വീട്ടിൽ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാ. കണ്ടിട്ട് ഈ സാധനത്തിന് നല്ല വിലയൊന്നും തോന്നുന്നുണ്ടല്ലോ. താനിതിന് വിലയൊന്നും തരണ്ട. സന്തോഷത്തോടെ ഇതങ്ങ് വാങ്ങിച്ചാ മതി. ഇതുപോലുള്ള പ്രതിമകൾ അച്ഛന്റെ വലിയ വീക്ക്നെസ്സാ. എവിടെ കണ്ടാലും വാങ്ങിച്ചോണ്ട് വരും. ഇപ്പൊ പ്രതിമകൾ തട്ടിമുട്ടി അകത്ത് നടക്കാൻ സ്ഥലമില്ലാണ്ടായി. അതുകൊണ്ട് തരുന്നതാ. സാറിന് നല്ലതേ വരൂ. അല്ലെങ്കിലും എനിക്ക് ഇനി നല്ലതേ വരൂ. ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലുള്ള നല്ല മനുഷ്യരെ കാണാൻ വലിയ ബുദ്ധിമുട്ടാ. നാട്ടിൽ സോഷ്യലിസം ഒക്കെ വന്ന് തുടങ്ങിയല്ലേ സാറേ? നാട്ടിലെ കാര്യം എനിക്കറിയില്ല. എന്റെ വീട്ടിൽ ഭയങ്കര സോഷ്യലിസാ. അതിരിക്കട്ടെ, സന്തോഷത്തോടെ തന്നെയല്ലേ ഇത് സ്വീകരിക്കുന്നത്? അതെന്താ സാറേ അങ്ങനെ വെച്ചേ? സാറ് വിഷമിക്കണ്ട. ഓ, ഞാനിത് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് സ്വീകരിക്കുന്നത്. സാറിനെ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കൂല. അയ്യോ മറക്കണം. വെറുതെ എന്തിനാ എന്നെ ഓർത്തോണ്ടിരിക്കുന്നത്? എനിക്ക് ഈ കടപ്പാടൊന്നും ഇഷ്ടമല്ല. വേഗം പൊക്കോ, ഇല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങും. എന്ത് തുടങ്ങും? അയ്യോ ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല. എന്നാലും അറിയാം. ശരി. അയ്യോ മോൻ എന്താ പുറത്ത് നിൽക്കുന്നേ? അകത്തോട്ട് വാ. വാ ചേട്ടാ, നമുക്ക് അകത്തേക്ക് പോവാം. ഇത്രയും സ്നേഹമുള്ള അച്ഛനെയും അനിയനെയും കിട്ടിയത് എന്റെ ഭാഗ്യമാണമ്മേ. എന്താണ് നോക്കിയിരിക്കുന്നേ? കൊച്ചിനെ കഴിക്കാൻ കൊടുക്കടി. ഭാവിയിലെ യേശുദാസ് അല്ലേ? വാ. കേറാകത്തോട് കേറ്. പാവം ആക്രി. അവനിന്ന് മാക്രി ആയത് തന്നെ. കിട്ടിപ്പോയി കിട്ടിപ്പോയി, നല്ലൊരു സാധനം കിട്ടിപ്പോയി. ജോലി ഉണ്ടാക്കിയോടോ ആക്രി. ആക്രി തനിക്ക് ചാവ ഇൻഷുറൻസ് ഉള്ള വണ്ടി ഒന്നും കിട്ടിയില്ലടോ. അത് ശരി, വണ്ടി ഒന്ന് കയറ്റിട്ട് ഇൻഷൂർ ചെയ്യാൻ നോക്കണം. താൻ എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കണം? ഞാൻ റോഡ് നോക്കി തന്നെ വണ്ടി ഓടിക്കുന്നത്. അല്ലെങ്കിൽ മുതലാളിമാരുടെ വണ്ടി കൊണ്ട് കയറ്റിയിട്ട് കാശ് പിടിക്കുന്ന പണി ചെലവന്മാർക്കുണ്ട്. കാലം നകത്തി അതിന്റെ ഇടയിൽ കൂടെ സൈക്കിൾ ഓടിക്കവന്മാര്. ഞാനാടാ പുല്ലേ സൈക്കിൾ ജാക്സണോ? തെണ്ടിത്തരം കാണിച്ചിട്ട് തെരുവ് പറ്റിയ പോലെ കുറയ്ക്കുന്നതാ പട്ടി. കേട്ടോ, മുതലാളിയുടെ ഇഷ്ട ജന്തുവിന്റെ പേര് ഇയാൾ എന്നെ വിളിച്ചു. നമ്മളെക്കാൾ നന്ദിയും സ്നേഹമുള്ള ജീവികളാണ് അവറ്റകൾ. ഓവനക്കുട്ട, പട്ടിയിൽ നിന്ന് ഇയാൾ വിളിച്ചതിന് ഇയാൾക്കൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കും. നമ്മളൊക്കെ മനുഷ്യരല്ലേ, പട്ടിയുടെ ബുദ്ധിയെങ്കിലും കാണിക്കണ്ടേ? പ്ലീസ് കൊടുക്കൂ ഷേക്ക് ഹാൻഡ്. പണ്ടാരുടെ ന്യൂമാർക്ക് ഭ്രാന്തട്ടാണ്. ഓവനക്കുട്ട, ഇത് നമ്മുടെ സുധർമ്മയുടെ വീട്ടിലിരുന്ന പ്രതിമയല്ലേ? ആണോ? അതെ, ആനന്റെ തന്നെ. അതല്ലെന്ന്, നേരാണോന്ന് ഒന്ന് കണ്ടോട്ടെ. ശരിയാ മുതലാളി, യാതൊരു സംശയം വേണ്ട. ഇതാ നമ്പ്യാർ സാറിന്റെ വീട്ടിലെ ഷോക്കേസിൽ ഇരുന്ന പ്രതിമയാ മൊട്ടത്തലേൻ. അപ്പോ ഇതും ഓട്ടിച്ചുകൊണ്ട് വരുന്ന വഴി വെപ്രാളത്തിന് കാറിന്റെ മുമ്പിലൊക്കെ വീണു അല്ലേ? തോന്നിയാസം പറയരുത്. ഒരു ചെറുപ്പക്കാരൻ ഫ്രീ ആയിട്ട് വളരെയധികം സന്തോഷത്തോടെ തന്നത്. സംശയം ഉണ്ടെങ്കിൽ എന്നോട് വാ, ഞാൻ കാണിച്ചു തരാം. ഒരു സംശയമില്ല, ഓട്ടിച്ച് തന്നെ
ഓമനക്കുട്ട ഇടുക്കണ പ്രതിമ കൊടുക്കണാടി. ഞാൻ തുറന്നു തരാമേ. തുറന്നോ? അത്രയും ജോലി കുറഞ്ഞു. ഓമനക്കുട്ട, ഓ അവ പറഞ്ഞതുപോലെ നീ ഇവിടെ തന്നെ നിൽക്ക്. അവൾക്കൊരു സസ്പെൻസ് ആയിക്കോട്ടെ. ഒരു ത്രില്ലറും കൂടെ ആയിക്കോട്ടെ. ആ ശരി ശരി, ഞാനിവിടെ നിന്നോളാം. ശരി. ഇവിടെ ആരുമില്ലേ മോളെ? ആ വന്നോ. അച്ഛനാ, ഇരിക്കു അച്ഛാ. ദേ മക്കളെ, അപ്പൂപ്പൻ വന്നിരിക്കുന്നു. എന്താ അച്ഛാ കഴിഞ്ഞ ആഴ്ച വരാത്തത്? എന്ത് പറയാനാ മോളെ, നമ്മുടെ ക്ലിയോപാട്ര പ്രസവിച്ചു. എന്താ അപ്പൂപ്പ, ആ പട്ടികളെല്ലാം സുഖമായിരിക്കുന്നോ? എല്ലാ പട്ടികളും നിങ്ങളെ പോലെ നല്ല സ്മാർട്ട് ആയിട്ടിരിക്കുന്നു. അമ്മാവനപ്പോ എത്തി. ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. അമ്മാവനയച്ച ജോലിസ് കേമം തന്നെ സമ്മതിച്ചു. ആ അത് പിന്നെ നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ എന്റെ പട്ടികൾക്കൊരു പ്രശ്നം വരുന്നത് പോലാ. മുത്തശ്ശൻ കഴിഞ്ഞ ജന്മത്തിൽ ഏതിനം പട്ടിയായിരുന്നാവോ? എന്റെ മുഖം കണ്ടിട്ട് ജർമ്മൻ ഷെപ്പേർഡിന്റെ ഒരു ചായ ഉണ്ടെന്നാ ജനീവിലെ ഡെങ്കിൾ സാഹിബ് പറഞ്ഞത്. പക്ഷെ പെരുമാറ്റമൊക്കെ കണ്ടാൽ ഒരു കൊച്ചു പോമറേനിയന്റെ പോലെ ഉണ്ട്. അത് correct. മതി മതി മതിയാക്ക്. ആ അതിരിക്കട്ടെ, നിങ്ങൾ എല്ലാവരും കൂടി ഇന്ന് രാവിലെ പുറത്തെവിടെയെങ്കിലും പോയിരുന്നു? ആ ഇവന്മാരും പുറത്തു പോയിരുന്നു. പക്ഷെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നീ പുറകു വശത്തെ കഥ കിടക്കാതെ ടി വി കണ്ടോണ്ടിരുന്നു അല്ലേ? അയ്യോ, ഇന്ന് ടി വി ഓൺ ചെയ്തത് പോലില്ല അച്ഛാ. നിങ്ങൾ അറിയാതെ ഈ വീട്ടിൽ നിന്ന് ഒരു സാധനം മോഷണം പോയിട്ടുണ്ട്. എന്റെ ഈശ്വര, സേഫ് തുറന്ന് എന്റെ ആഭരണങ്ങളും കൊണ്ട് വല്ലവനും പോയോ? പേടിക്കണ്ട, ദൈവാധീനം കൊണ്ട് സംഗതി തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പട്ടാപ്പകൽ മോഷണം നടക്കുമെന്ന് ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം. ഓമനക്കുട്ട, അതും കൊണ്ടുവരും. അയ്യോ എന്റെ അമ്മേ, ഇതാണോ? സ്വന്തം അച്ഛൻ ഒരു മകൾക്ക് ഇത്രയും ചീത്ത പറയാൻ ഒക്കും ഓമനക്കുട്ട? പക്ഷെ നമ്പ്യാർ ഒരക്ഷരം മിണ്ടിയില്ല കേട്ടോ. ബോധം തെളിഞ്ഞാലല്ലേ മിണ്ടാൻ പറ്റൂ. തെളിയുന്നതിന് മുമ്പ് മുതലാളി വിളിക്കിറങ്ങിയത് നന്നായി. ഈ സാധനം ഇത്ര കുരുത്തം കെട്ടതാണെന്ന് ഞാൻ അറിഞ്ഞു. അവര് പറഞ്ഞ കഥകൾ വെച്ച് നോക്കുമ്പോ സാറിനെ ചീത്ത മാത്രം പറഞ്ഞാ പോരാ. ആ കൊച്ചുമോൻ പ്രദീപ് അപ്പൂപ്പനായതുകൊണ്ട് മാത്രമാണ് പിടിച്ച് കശക്കാതെ വിട്ടത്. ആക്രിയുടെ കയ്യിൽ നിന്ന് ഞാൻ പ്രതിമ വാങ്ങിച്ചപ്പോ നീ എന്റെ മുഖം ശ്രദ്ധിച്ചോ? പിന്നെ ശ്രദ്ധിച്ചു. സന്തോഷം കൊണ്ട് സാറിന്റെ മുഖം ബുൾഡോഗിനെ പോലിരുന്നു. അതാ മുഖഭാവം മാറിയത്. അനർത്ഥങ്ങൾ പലതും ഉണ്ടാവും. ഇത് ഒഴിവാക്കാതെ ഞാൻ ഇനി വീട്ടിലേക്കില്ല. നിൽക്കൂ. മുതലാളി തന്നെയും കാത്തിരിക്കുക. ഞങ്ങളോട് ക്ഷമിക്കണം. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇത് നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ ഞങ്ങളോടൊരു വിരോധവും തോന്നാതെ തിരികെ മേടിക്കണം. ഇനി ഈ സാധനം കണ്ട് എനിക്ക് സന്തോഷമല്ല തോന്നുന്നത്, കലിയാ വരുന്നത്. ഇത് കാരണം ഒന്നും രണ്ടും തല്ലല്ല ഞാൻ കൊണ്ടത്. എന്റെ പൊന്നു സാറന്മാര് എന്നെ വെറുതെ ഇട്ടേക്ക്. അങ്ങനെ പറയരുത് സഹോദര. ഞങ്ങൾ ചെയ്തതിന്റെ പ്രായശ്ചിത്തം ചെയ്യാൻ അങ്ങ് ഞങ്ങൾ അനുവദിക്കണം. അതിനുള്ള പ്രായച്ചിത്തം ഞാൻ നിങ്ങൾക്ക് തരാം. ആ നൊന്ത് കാണണം. ഹഴിയെ പോണ വയ്യാവേലിയെല്ലാം മുതലാളിയുടെ തലയിലാണല്ലോ വീഴുന്നത്. അതെ, പ്രതിമ എന്റെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ടാ. ഇതൊന്ന് ഒഴിവാക്കിത്താ. അല്ല, അത് ഞാൻ ഒഴിവാക്കി തരാം. അതിന് വഴിയുണ്ട്. അതുവരെ ഈ പ്രതിമ മുതലാളിയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. വമ്പിച്ചാടായ വിൽപ്പനയും തോപ്പ് ജീപ്പ് കണ്ണാടി മുതൽ നിങ്ങളുടെ ഭവനത്തെ അലങ്കരിക്കുന്ന പ്രതിമകൾ വരെയുണ്ട്. പ്രശസ്ത സിംഗപ്പൂർ ശില്പിയായ ഗസ്റ്റോ ഗൽബോർഡ് ഗോണോസ്കിയുടെ മനോഹരമായ കരവിരുതിന്റെ അത്ഭുതകരമായ മാൻഡ്രക്കിന്റെ പ്രതിമ. കടന്നു വരൂ. നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാവം പ്രതിമ സന്തോഷത്തോടെ ഏറ്റുവാങ്ങാൻ വന്നട്ടെ. കടന്നു വരൂ. കണ്ടില്ലേ, ഏതോ കാണ്ടുള്ള വീട്ടിലെ കാരണവരാ വട്ട് പിടിക്കുന്ന തോന്നെ. നോക്കി നിൽക്കാതെ കടന്നു വരൂ. കടന്നു വന്നല്ലോ. എന്താ സാർ വേണ്ടത്? ആ പാവ വേണം. ഇതും സാർ ഈ പ്രതിമ തരട്ടെ സാർ. സന്തോഷമായി ഏറ്റുവാക്കണം സാർ. ഇഷ്ടമുള്ള തന്നാൽ മതി സാർ. വേണ്ട, 2 രൂപ എത്രയായി? ഇത് 35 രൂപയെ. 35? ഒരു 10 രൂപ വരട്ടെ. 10 സാർ ഈ പ്രതിമ സന്തോഷത്തോടെ ഏറ്റുവാങ്ങണം സാർ. ഒന്നും തരണ്ട സാർ. വേണ്ട സാർ, നല്ല പ്രതിമയാണ് സാർ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? സാർ നല്ല പ്രതിമയാണ് സാർ. നല്ല മൊട്ടത്തല. വമ്പിച്ചാടായ വിൽപ്പനയും. കടന്നു വരൂ. പ്രശസ്ത പേര് മറന്നുപോയല്ലോ. സിംഗപ്പൂർ ശില്പിയായ ഗ്ലാസ്നോസ് കുളിനോസ്കി നിർമ്മിച്ച ഈ പ്രതിമ സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങുക. ആരും പണം തരേണ്ട കാര്യമില്ല സുഹൃത്തുക്കളെ, പണം തരേണ്ട കാര്യമില്ല. ഫ്രീ. കടന്നു വരൂ സുഹൃത്തുക്കളെ, കടന്നു വരൂ.
ആർക്കും വേണ്ട മുതലാളി. ആർക്കും വേണ്ട ഈ പ്രതിമ. ഒരു പൈസയും തരണ്ട, വെറുതെ എടുത്തോളൂ. പൈസ തരണ്ട, ഒന്ന് ഒഴിവാക്കി തരൂ പ്ലീസ്. മുതലാളി, വെറുതെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഈ എരണം കെട്ട കുണ്ടത്തിനെ ആർക്കും വേണ്ട. നമുക്ക് ഈ കച്ചവടമൊക്കെ നിർത്താം. ഇതിനെ മുതലാളിയുടെ പട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാം. ആ പട്ടി എന്റെ പട്ടികളെ പറയുന്നോടാ. എന്നെ പട്ടിയെന്ന് വിളിച്ചേ എല്ലാം